വിശുദ്ധ മർക്കോസ് 14:26 മുതൽ 31 വരെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 71-ാം വയസ്സിൻ്റെ ആദ്യത്തെ ദിനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ച വലിയ കൃപയ്ക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 70 വർഷക്കാലം യാതൊരു യോഗ്യതയും പറയുവാനില്ലായിരുന്ന അടിയനെയും അടിയൻ്റെ സഹധർമ്മിണി കൊച്ചുമോളെയും ഈ ഭൂമിയിൽ 70 വർഷക്കാലം നിലനിർത്തി കുടുംബമായി ഞങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞ 46 വർഷക്കാലം കുടുംബമായി ഒരുമിച്ച് പാർത്ത് ദാനമായി 3 മക്കളെയും 2 മരുമക്കളെയും 3 കൊച്ചുമക്കളെയും ലഭിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നടത്തിയ വഴികൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കി ദൈവത്തിന് നന്ദി കരയറ്റാനല്ലാതെ ഒന്നുമില്ല. ദൈവസന്നിധി വിനയപ്പെട്ടുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ സഭയുടെ CSI കൊല്ലം കൊട്ടാരക്കര മഹാഴയുടെ പ്രഥമ ബിഷപ്പ് എന്ന നിലയിൽ ശുശ്രൂഷകൾ ചെയ്ത് ഔദ്യോഗികമായി ആ സ്ഥാനത്തു നിന്ന് മാറുമ്പോഴും എമിരിറ്റസ് പദവിയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൈവകൃപയും ആരോഗ്യവും ലഭിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള അനേകർ മതവിഭാഗഭേദമന്യേ അനേകരുടെ സ്നേഹ കരങ്ങളിലാണ് നാളിതുവരെയും ഞങ്ങൾ വന്നത്. നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോവും, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം പോവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുവിനെ അത്യധികമായി സ്നേഹിച്ച പത്രോസ് യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷേ അവൻ പറഞ്ഞതുപോലെയും സംഭവിച്ചു. മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറയുകയില്ല. യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കപ്പെട്ട ഒരാളാണ് പത്രോസ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പത്രോസിനെ പോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ലോകമെമ്പാടും മടികൂടാതെ പ്രഖ്യാപിക്കുവാൻ കർത്താവിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുമ്പോഴും കർത്താവ് കൂടെ വന്ന് പത്രോസിനെ വിളിച്ചതുപോലെ എന്നെയും വിളിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉമ്മൻ ജോർജെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന് പുറകെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് നാളിതുവരെയുള്ള ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളോടൊപ്പം CSI കുന്നന്താനം പാസനേജിൽ ജനിച്ച് CSI കൊല്ലം കത്തീഡ്രൽ ക്യാമ്പസിലുള്ള ഡയസസൻ ബിഷപ്സ് ബംഗ്ലാവിൽ നിന്ന് മാറി മറ്റ് ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കൃപ, ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ പിതാവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഒരാൾ പൊക്കുമ്പോൾ പൊങ്ങരുത്. എൻ്റെ അപ്രകാരം തന്നെ പഠിപ്പിച്ചു. താക്കുമ്പോൾ താഴുകയും ചെയ്യരുത്. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ ആരൊക്കെ ഇടറിയാലും ആരെല്ലാം സപ്പോർട്ട് ചെയ്താലും നാളിൽ വരെ കർത്താവ് നിലനിർത്തി. ശുശ്രൂഷ കർത്താവിൻ്റേതാണ്. അവനോ വളരണം, ഞാനോ കുറയണമെന്നുള്ള അർത്ഥത്തിൽ. വിശുദ്ധ തോമസ് അപ്പസ്തോലിനെ പോലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി
നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇതൊരു ആശ്വാസവും അനുഗ്രഹവുമായിരിക്കണം. അവർക്ക് അത്ഭുതമായി അവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ നീ 3 വട്ടം കോഴി മുമ്പേ തള്ളിപ്പറയും. അപ്രകാരം സംഭവിച്ചു. കർത്താവെ, പലപ്പോഴും കർത്താവിനെ തള്ളിപ്പറയുമ്പോഴും സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉള്ളതുകൊണ്ടാണ് ഇന്നുവരെ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.